ഞമ്മ വേറെ തന്നെ ഒരു വെയ്ബിലാണ് പോകുന്നത് കേട്ടാ. അടിപൊളി സ്ഥലമാണ്. ഞമ്മൻ തന്നെ ഇങ്ങനെ തുഴഞ്ഞിട്ട് ഏകദേശം 2 കിലോമീറ്റർ ഇങ്ങനെ പോണെന്നാ പറഞ്ഞത്. ഞമ്മക്ക് പറഞ്ഞുതരാനല്ല ഗൈഡ് ഉണ്ട് കേട്ടാ. അങ്ങനെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇങ്ങനെ പൊളി വെയ്ബായിട്ട് പോയിക്കോളുക. ഞമ്മ പോകുന്നതുണ്ടല്ലോ ദ്വീപിലേക്കാണേ. വൈകുന്നേരമാണ് പോയത്. 2 ദ്വീപുണ്ട് കാണാൻ പഠിക്കുക. ആദ്യത്തെ ദ്വീപിലേക്ക് കൂടി ഇങ്ങനെ നടന്നിട്ടാണ് രണ്ടാമത്തെ ദ്വീപിലേക്ക് പോകേണ്ടത്. നമ്മള് ദ്വീപിലെത്തി. ഇനി എന്താ പറയാ, ഞമ്മ സ്വിറ്റ്സർലാൻഡിലും അയർലാൻഡിലും അങ്ങനത്തെ വലിയ വലിയ ലാൻഡിലെല്ലാം പോയിട്ടാകുമ്പോ ഇങ്ങനെ ഇംഗ്ലീഷുകാരിലെ പോകുന്നില്ല കാട്ടില് ഡിസ്കവറി ചാനലിലോ അതുപോലത്തെ അതേ ഒരു പൊളി പൊപ്പളാച്ച സ്ഥലത്തേക്കാണ് ഞമ്മ പോകുന്നത്. സാഹസികത എൻ്റെ ഹോബിയാണ്. ഞമ്മ ഇങ്ങനെ സിനിമയിലെല്ലാം കണ്ടുപോലെ ഇങ്ങനെ കാടെല്ലാം ഇങ്ങനെ കളഞ്ഞിട്ട് വരണം കേട്ടാ. വീട് വരുമ്പോ നമ്മള് പ്രേതത്തിന്റെ സിനിമയില്ല അതിട്ടെല്ലാം കാണുന്ന പോലെ ഞമ്മ മുകളിലേക്ക് നോക്കിയാലോ നിറച്ചും വവ്വാല്. വീടിന് അതുകൊണ്ട് തന്നെ എന്ത് കിട്ടിയാലും അന്നെപ്പോലെ എടുത്ത് തിന്നാൻ നിൽക്കരുത് കേട്ടാ. നിപ്പ വരും, നിപ്പ. വവ്വാലിന്റെ വവ്വാൽ കാട് എന്ന് പറയാ. കേരളത്തിൽ ആകെ ഒരു വവ്വാൽ കാടാന്നുള്ളൂ. അയർലാൻഡിലേക്ക് കൂടി ഞമ്മ നടന്നു വന്നിട്ട് ഈ പുഴയിലേക്കൂടെ പുഴ മുറിച്ച് കടന്നിട്ട് ഞമ്മ വേറൊരു ലോകത്തേക്കാണ് എത്തുന്നത് കേട്ടാ. വേറെ ലോകം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ലോകം. അങ്ങനെ നമ്മളവിടുന്ന് പാട്ടെല്ലാം പാടി ഡാൻസ് എല്ലാം കളിച്ചിട്ട് അടുത്ത ദ്വീപിലേക്ക് പോയെന്ന് കേട്ടാ. ഞമ്മ പിന്നെ അങ്ങനെ നടന്ന് അടുത്ത അയർലൻഡ്, അങ്ങനെ 2 അയർലൻഡ് ഉണ്ട് കേട്ടാ. ഒരു അയർലൻഡിൽ കൂടെ വന്ന് വെള്ളത്തിലേക്ക് കൂടെ നടന്ന് അടുത്ത അയർലൻഡിലേക്ക് ഞമ്മ പാമ്പുണ്ടല്ലോ, വീടുണ്ടല്ലോ പെരുമ്പാമ്പുണ്ട്. ഒരു പെരുമ്പാമ്പ് മുറുക്കി കഴിഞ്ഞാൽ കാര്യം തീർന്നു കേട്ടാ. പെരുമ്പാമ്പിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ല, പൊളിയല്ലേ പെരുമ്പാമ്പ്. പക്ഷെ വിഷമുണ്ടാ പെരുമ്പാമ്പിന്? വിഷമുണ്ടാ? ഇന്നെന്തിനാ സ്കൂളിൽ പോന്നേ? അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന കൂട്ടത്തിലൊന്നല്ല പെരുമ്പാമ്പ്. ഇത് മെയിലാഞ്ചിയാ, മെയിലാഞ്ചി പോലെ ഉണ്ട്. ഞാനും പാടാം കുയിലേ കൂടെ. ഊഞ്ഞാലാടാ അല്ലേ ഇത്? ഞാൻ ഒന്ന് കേറി നോക്കട്ടെ. ഞമ്മ പണ്ട് സ്കൂളിൽ പോയിട്ട് കഴിഞ്ഞാൽ കുറേ പിള്ളേരെല്ലാം കൂടിയിട്ട് കളിക്കൂലേ, അന്നേരം ഇങ്ങനെ എത്ര ഊഞ്ഞാലാടിയതാണ്. ആ വെയ്ബെല്ലാം എനിക്ക് മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മയിൽ വന്നത് കേട്ടാ. നല്ല മഴയുള്ള സമയത്ത് വെള്ളം കയറുന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മളെ എന്താ പറയാ കൂർക്കയില്ല, കൂർക്കേൻ്റെ ഷെല്ല്. അപ്പോൾ വെള്ളം ഇറങ്ങിപ്പോകുമ്പോൾ അത് ചത്തിട്ട് ഇവിടെ ആയി. എവിടെ വെള്ളം ഉണ്ട്, വെള്ളം മതി, നമുക്ക് തിരിച്ചു പോവാന്നാല്. പിള്ളേരെല്ലാം അടിച്ചു പൊളിച്ച സ്പീഡിൽ ഓടിയെന്ന്. എനിക്കുണ്ടായി പിള്ളേർ ഇപ്പോൾ ഓടിയിട്ട് എത്തുന്നു കാൽവേനയും മുട്ടുവേനയും എല്ലാം ആയിട്ട്. എനിക്കാകെ മടിയാന്ന്. ഇങ്ങനെ കുറേ നടക്കുമ്പോൾ എല്ലാം എനിക്ക് ചിലപ്പോൾ പിരാന്തം കളിക്കും. അതുകൊണ്ടത് നാം പറയുന്നത് പോകാലാന്ന്. തളന്ന് നായി. എന്നാലും വെയ്ബ് കാണുമ്പോൾ പോവാണ്ടിക്കാരും തോന്നുന്നില്ല. പിള്ളേർക്കല്ലേ ആവേശം. സാഹസികതയാണ്. എൻ്റെ പൊട്ടക്കാലും കൊണ്ടാണ് പോന്നേ. ഇന്നലെ മറ്റേ പാലക്കായം തട്ടിൽ പോയിട്ട് ഒടിഞ്ഞിട്ടാണ് ഉള്ളത് കാല്. എല്ലിൻ്റെ ഡോക്ടർ എഴുതിയ കണ്ണൂർ നല്ലത്, എല്ലിൻ്റെ ഡോക്ടറെ കാണിക്കണം. ആ റിസ്ക് ആണേ. വെയിറ്റ് ആക്കേ. അല്ലാ, അങ്ങോട്ട് പൊളി വെയ്ബാന്ന് കേട്ടോ. എനിക്ക് പക്ഷേങ്കിൽ ഭയങ്കര പേടിയാണ് വെള്ളം. എനിക്ക് വന്ന പേടിയെന്ന് അറിയാം, വെള്ളത്തിൽ പാമ്പെല്ലാം ഉണ്ടാവും. എൻ്റെ കാലിന് ഇങ്ങനെ ചൊറിഞ്ഞു കൂടും. പിന്നെ പാമ്പിനാണ് എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു സാധനം, പാമ്പും വെള്ളവും. ബാക്കിയൊന്നും എനിക്ക് പേടിയില്ല കേട്ടാ. അവരെല്ലാം അങ്ങ് പോയിട്ട് പൊളിക്കേന്ന്. വീണാ അതൊന്നും ഇതിനകത്ത് വരൂലല്ലോ. എടാ തലയിലാക്കല്ലടാ. എടാ പനിച്ചതാണ് തലയിലാക്കല. നീന്താട്ടെ. തവളച്ചാട്ടെല്ലാം ചാടണം.
അങ്ങനെ ഇന്ന് ഞമ്മ പ്രകൃതിനെ തൊട്ടറിഞ്ഞ് ചപ്പിന് പുല്ലിനെ തൊട്ടറിഞ്ഞ് അരുവീനെ തൊട്ടറിഞ്ഞ് തോണി തൊയഞ്ഞ് പൊളി പപ്പളാച്ചി യാത്രയായിരുന്നു. ഇന്നത്തെ വൈബ് പൊളിയല്ല. ഞാൻ പറഞ്ഞു തീർന്നില്ല. സന്തോഷായില്ല? നിങ്ങൾക്ക് സന്തോഷായ? ഇങ്ങനെ ഈ സന്തോഷം ആസ്വദിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ വരേണ്ടത് നമ്മളെ ചെറുപോയുള്ള അയനൂർ തീരം. നീ എന്താണ് ഞാൻ പറയുന്നേ ഇങ്ങനെ 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 ആക്കുന്നേ? ഞാനല്ലേ പറയുന്നേ, നീ അല്ലല്ലോ. അപ്പൊ ഇങ്ങനെ സന്തോഷിക്കാൻ വേണ്ടിട്ട് വന്നോളി നമ്മളെ സ്വന്തം ചെറുപോയുള്ള അയനൂർ തീരത്തിലേക്ക്. പൊളി പപ്പളാച്ചി വൈബ് അല്ല?